അപ്പോൾ നമ്മുടെ 2024 നീറ്റ് എക്സാം കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഡയറക്ടറിനും അതുപോലെ തന്നെ നമ്മുടെ ആളുകളെയൊക്കെ ഫാമിലിയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സന്തോഷം പങ്കുവെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതിയ ഒരു കുട്ടിയാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ പേരൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ എക്സാം? ബയോളജി നല്ലതായിരുന്നു. നല്ലോണം എഴുതാൻ പറ്റി. ആദ്യം തന്നെ ബയോളജി തുറന്നപ്പോൾ കെമിസ്ട്രി കുറച്ച് തിയറി പോർഷൻസ് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്നാലും കുഴപ്പമില്ലാണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഫിസിക്സും വലിയ കുഴപ്പമില്ല, പക്ഷേ ബാക്കി രണ്ടിൻ്റെ അത്ര നന്നായിട്ട് എഴുതാൻ പറ്റില്ലെങ്കിലും. ലെങ്തി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചത്? ഇല്ല അങ്ങനെയൊന്നുമില്ല. കുഴപ്പമില്ലാണ്ട് സമയത്തിൻ്റെ ഉള്ളിൽ തീർക്കാൻ പറ്റി. കുഴപ്പമില്ല. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ഒരു എക്സാം ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബയോളജി കുറേ അസേഷൻ റീസൺ വന്ന് ഭയങ്കര കൊളായി പോകുന്നു. പക്ഷേ ബയോളജി ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അപ്പം ഒരു വിചാരിച്ചതിനേക്കാളും കൂടുതൽ എളുപ്പമായിരുന്നു എന്ന് പറയാം അല്ലേ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണോ മോള്? ഓക്കെ. അപ്പോൾ എല്ലാവരോടും എക്സാം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് പേരൻസിനെയൊക്കെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഓക്കെ. അപ്പോൾ അവരെന്ത് പറഞ്ഞു? സന്തോഷം. ഓക്കെ. അപ്പോൾ എന്താണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പം ഒരു വർഷത്തെ മോളുടെ ഒരു കഠിനമായിട്ടുള്ളൊരു പ്രയത്നമായിരുന്നല്ലോ. അപ്പോൾ അതിന് ഏകദേശം ഫലം കണ്ടു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സന്തോഷം തന്നെ. കാരണം നല്ലൊരു കൃത്യമായിട്ടുള്ളൊരു ട്രെയിനിങ്ങും, കാരണം കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് ലെവല്, മെൻ്റൽ ഒരു ഇതിൽ കറക്റ്റ് കുട്ടികളെ ആ രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തൊക്കെ നല്ല ടഫ് എക്സാം ആണ്. അപ്പോൾ അവർ അതിനെങ്ങനെ പോരാടി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വല്ലാത്തൊരു അവസ്ഥയിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എന്ന് വെച്ചാൽ അവർ ആ റിയൽ എക്സാമിൻ്റെ ഒരു ലെവലിലേക്ക് വന്ന് പിന്നെ അവരൊരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തി കൊണ്ടുവന്ന് ലാസ്റ്റ് എക്സാമൊക്കെ ആ രീതിയിലാണ് കണ്ടക്ട് ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് പുള്ളിൻ്റെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാന്നത്തെ എക്സാമിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പെർഫോമൻസ് വെച്ചിട്ട് നല്ല ഒരു കോൺഫിഡൻസിൽ ആണ് പിന്നെ എക്സാമിന് പോയത്. ഞാൻ ടീച്ചറാണ്. ഓക്കെ. അപ്പോൾ ഇനി മാഡത്തിന് എന്താണ് പറയാനുള്ളത്? പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ നല്ല രീതിയിൽ ഉയർത്തുന്ന രീതിയിലുള്ള പഠന രീതി തന്നെയാണ് ഇവിടെ ഉള്ളത്. കുട്ടികളോട് ടീച്ചേഴ്സിനൊക്കെ നല്ല അപ്രോച്ചാണ്. കുട്ടികൾക്ക് കിട്ടണം, അവരെ ഒരു നല്ല കെയറിങ് ആണ് കുട്ടികളെ. അവർക്ക് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പിന്നെ കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവുമോ എന്നുള്ളൊരു. പക്ഷേ രാവിലെ കൂടി മെൻറ്റർ അനന്ത് സാറ് വിളിച്ച് നല്ല മോട്ടിവേഷനാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. എക്സാം ഹാളിലേക്ക് മോള് കയറി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു? എന്തായിരിക്കും അവിടെ സംഭവിക്കുക, എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നൊക്കെ ഓർത്തത്? ഇല്ല, വലിയ ടെൻഷനൊന്നും തോന്നിയിട്ടില്ല. കൂളായിട്ട് തന്നെയാണ് മോള് കയറിയത്. പിന്നെ ഇറങ്ങിയപ്പോൾ ബയോളജി നല്ല എളുപ്പമാണെന്ന് പറഞ്ഞു. പിന്നെ കെമിസ്ട്രി, പിന്നെ ഫിസിക്സിനാണ് ചെറിയൊരു പ്രയാസം പറഞ്ഞത്. ഓക്കെ. അപ്പോൾ മോളെ ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇനി ആഗ്രഹിച്ച ഒരു മെഡിക്കൽ കോളേജിലോട്ട് തന്നെ അഡ്മിഷൻ കിട്ടട്ടെ. ജൂൺ 14 റിസൾട്ട് വരുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി വിക്ടറി ഡേയിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.